ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സ് ആണ്. 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കുള്ള മാത്തമാറ്റിക്സ് ആണ് കേട്ടോ. മാത്സ്, ഗണിതം. അപ്പോൾ നമ്മൾ മലയാളം മീഡിയം കുട്ടികൾക്കുള്ളതും ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷ് മീഡിയംകാരുടെയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നോക്കിയാലോ. മാത്തമാറ്റിക്സ് സ്റ്റാൻഡേർഡ് 2 പാർട്ട് 1 നമ്മൾ നോക്കുന്നത് 4ാമത്തെ ചാപ്റ്റർ ആണ്, ഗിഫ്റ്റ് ബോക്സ്. അപ്പോൾ ഗിഫ്റ്റ് ബോക്സിൽ വരുന്ന ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ അതിൻ്റെ ഉത്തരങ്ങളെല്ലാം നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഗിഫ്റ്റ് ബോക്സ്. അപ്പോൾ 2 കുട്ടികളെ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം. നിങ്ങളെപ്പോലെ തന്നെയുള്ള 2 മക്കൾ. അവരുടെ ആരാന്നറിയില്ല, ആള് 2 ഗിഫ്റ്റ് ബോക്സും കൊണ്ട് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അവരിത് എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ അല്ലേ, ആരെങ്കിലും ഗിഫ്റ്റൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആവില്ലേ? എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ. ഫിസിൻ ആൻഡ് ഫിസ ആർ വെയിറ്റിംഗ് ഫോർ ദെയർ അങ്കിൾ. അതാ, അപ്പം ഈ കുട്ടികളുടെ പേരാണ് ഫിസിനും ഫിസയും. അവരവരുടെ അങ്കിളിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കായിരുന്നു. അപ്പം അങ്കിള് വന്നു. ഹിയർ ഇസ് അങ്കിൾ. അപ്പം ദാ അങ്കിൾ ബോട്ട് സം ഗിഫ്റ്റ്സ് ടു. ദാ ഗിഫ്റ്റും കൊണ്ടുവന്നിരിക്കുന്നു. അടുത്ത് നോക്കൂ. ഹായ്, സീ ഇറ്റ് ലുക്സ് ലൈക്ക് എ സ്മോൾ ബോക്സ്, സ്മോൾ ഹൗസ്. അപ്പം നോക്കൂ, ഇതൊരു ചെറിയ വീട് പോലെ അല്ലേ. വി ക്യാൻ കീപ്പ് അവർ കോയിൻസ് ആൻഡ് നോട്ട്സ് ഇൻ ദിസ്. നമുക്ക് നമ്മുടെ കോയിനുകളും പൈസയൊക്കെ എന്ത് ചെയ്യുക, ഇതിനകത്ത് സൂക്ഷിച്ചു വെക്കാം. അപ്പം 2 ആൾക്ക് ഇതായിരിക്കും ഗിഫ്റ്റായി കിട്ടിയിട്ടുണ്ടാവുക അല്ലേ. ബോത്ത് ഓഫ് ദം കൗണ്ടഡ് ദെയർ കോയിൻസ് ആൻഡ് നോട്ട്സ്. അപ്പം അവരവരുടെ കയ്യിലുള്ള നാണയത്തുട്ടുകളും നോട്ടും ഒക്കെ കൗണ്ട് ചെയ്യാണ്, എണ്ണുകയാണ്. ഫിസിൻ്റെ കയ്യിൽ നോക്കൂ, ഒരു 5 രൂപ, ഒരു 10 രൂപ, ഒരു 10 രൂപയുടെ കോയിൻ, ഒരു രൂപ, 2 രൂപ, 5 രൂപ. അപ്പോൾ ഇതെല്ലാം കൂടി എത്ര രൂപ ഉണ്ടാവും? നിങ്ങൾക്ക് കൂട്ടാൻ അറിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് എഴുതുക കേട്ടോ. 5, 5, 2 5 ഉണ്ട്, 2 10 ഉണ്ട് അല്ലേ. പിന്നെ 2 രൂപ, 1 രൂപ എല്ലാം കൂടി കൂട്ടുമ്പോൾ എന്താ വരിക? 5ഉം 5ഉം 10, 10ഉം 2ഉം 12, 12ഉം 1ഉം 13. ഈ 1ഉം 1ഉം കൂട്ടുമ്പോൾ 2 വരും, ഇതും കൂടി എടുക്കുമ്പോൾ 3 വരും. നിങ്ങൾക്ക് എങ്ങനെയാണോ ടീച്ചർ ആഡ് ചെയ്യാൻ പറഞ്ഞത് അതുപോലെ ചെയ്താൽ മതി കേട്ടോ. 33. അടുത്ത ഫിസയുടെ നോക്കൂ. ഫിസയുടെ കയ്യിൽ 2 5, 5 + 5, പിന്നെ ഒരു 50 രൂപയുടെ ഇങ്ങനെ എഴുതുക, 50, പിന്നെ 2 1 രൂപ. എല്ലാം കൂടി കൂട്ടൂ. 5 + 5 10, 10 + 1 11, 11 + 1 12. പിന്നെയോ 1 ഉണ്ട് അല്ലേ ഇവിടെ, 1 ഇതിൻ്റെ മേലെ കയറ്റുക. 5 1 6, 62 രൂപ, 62 റുപ്പീസ്. വാട്ട്സ് ഇൻ ദ ബോക്സ് ചോദിച്ചിട്ടുണ്ട്. അത് ഗിഫ്റ്റ് കോയിൻസ് ഇടാനുള്ള സംഭവമായിരുന്നു കേട്ടോ. വാട്ട് ഓൾ നോട്ട്സ്? വി ഹാവ് നോട്ട്സ് ഓഫ് 5, 10 ആൻഡ് 50. അപ്പം നമ്മുടെ കയ്യിൽ ഏതൊക്കെ നോട്ടിൻ്റെ രൂപകളാണ്? 5 രൂപ, 10 രൂപ, 50 രൂപ. വാട്ട് അതർ നോട്ട്സ് ആർ ദർ? വേറെ ഏതൊക്കെ നോട്ടുകളുണ്ട്? വാട്ട് കറൻസി നോട്ട്സ് ഹാവ് യു സീൻ? റൈറ്റ് ദം. നിങ്ങൾ കണ്ടിട്ടുള്ള കറൻസി നോട്ടുകൾ ഏതൊക്കെ? എഴുതി നോക്കൂ. അത് നിങ്ങൾ എഴുതുക കേട്ടോ. അപ്പം നമുക്ക് ഇതിലിപ്പോൾ 10ഉം 20ഉം 50ഉം ഒക്കെ അല്ലേ എഴുതിയിരിക്കുന്നത്. നമുക്കിപ്പോൾ 100ൻ്റെ എഴുതാം, 200 എഴുതാം. നിങ്ങൾ കണ്ടിട്ടില്ലേ 200 നോട്ട്? 500 എഴുതാം. 10 രൂപയുടെ കണ്ടിട്ടില്ലേ? 20 രൂപയുടെ കണ്ടിട്ടില്ലേ? 5 രൂപയുടെ കണ്ടിട്ടില്ലേ? അതൊക്കെ എഴുതാം കേട്ടോ. ഫൈൻഡ് ദ ടോട്ടൽ എമൗണ്ട് ഇൻ ഈച്ച് സെറ്റ്സ് ആൻഡ് കണക്ട് ടു ദ നമ്പർ. അപ്പോൾ 2 10 രൂപ, 10 10 20. ഇവിടെ എത്ര 10 ഉണ്ടെന്ന് മാത്രം നിങ്ങൾ എണ്ണിയാൽ മതി. 1 2 3 4 5. 5 വരുന്നത് 50ക്ക് മാച്ച് ചെയ്യുക കേട്ടോ. അടുത്ത് നോക്കൂ. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ 10 10 ആണെങ്കിൽ 100. അടുത്ത് നോക്കൂ. 3 10 ആണ്. 10 20 30. അടുത്തത് 10 20 30 40. ടേക്കിംഗ് ഔട്ട് മണി. ഫിസിൻ ആൻഡ് ഫിസ വെന്റ് ടു ദ ടൗൺ വിത്ത് ദെയർ അങ്കിൾ. അപ്പോൾ ഫിസിനും ഫിസയും കൂടെ അവരുടെ അങ്കിളുടെ കൂടെ ടൗണിലേക്ക് പോയി. ദേ ടുക്ക് ഔട്ട് സം മണി ഫ്രം ATM. അവർ ATMൽ നിന്ന് കുറച്ച് പൈസ എടുത്തു. അപ്പോൾ ATMൽ നിന്ന് അവർക്ക് കിട്ടിയ നോട്ടുകളാണ് ഈ സൈഡിൽ കാട്ടിയിരിക്കുന്നത്. 100 100 100 സോറി 100 100 100 100 100. എത്ര 100 ഉണ്ട്? 5 100. പിന്നെ എത്ര 200 ആണ്? 200 200 200. 3 200. How many 100 rupee notes? 5. How many 200 rupee notes? 3.
ഇനി ചേഞ്ചിങ് മണി. ദേ വെന്റ് ടു ദ മാർക്കറ്റ് ഇൻ ആൻ ഓട്ടോറിക്ഷ. അവർ ഓട്ടോറിക്ഷയിൽ മാർക്കറ്റിലേക്ക് പോയി. ഡു യു ഹാവ് ചേഞ്ച് ഫോർ 100 റുപ്പി നോട്ട്? അപ്പോൾ ഇയാൾ ആ അങ്കിള് ഓട്ടോക്കാരനോട് ചോദിക്കുകയാണ്, 100 രൂപയ്ക്ക് നിങ്ങളുടെ കയ്യിൽ ചേഞ്ച് ഉണ്ടോ? അപ്പോൾ ഉണ്ടാവൂലേ, ഇതാ ഇങ്ങനെയാണ് കിട്ടിയത്. 1 2 3 4 5 6 7 8 9 10 10 rupees notes. How many 10 rupee notes? 10. വാട്ട് ഇഫ് ഇറ്റ് ഇസ് ഇൻ 20 റുപ്പി നോട്ട്സ്? അത് 20 രൂപയുടെ നോട്ടാണെങ്കിലോ 10 നേരെ 5 ആവും അല്ലേ. വാട്ട് ഇഫ് ഇറ്റ് ഇസ് ഇൻ 5 റുപ്പി നോട്ട്സ്? ഇനി ഇത് 5 രൂപ നോട്ടാണെങ്കിൽ 20. ഗ്രാൻഡ് ഡിസ്കൗണ്ട്. ഫിസ ആൻഡ് അങ്കിൾ വെൻ ടു ദ ടോയ് ഷോപ്പ്. ഫിസിനും ഫിസയും അങ്കിളും കൂടി ഒരു ടോയ് ഷോപ്പിലേക്ക് പോയി. അപ്പോൾ ആ ടോയ് ഷോപ്പിൽ എല്ലാത്തിനും പകുതി വില, ഹാഫ് പ്രൈസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് സിമ്പിൾ മീൻസ് റുപ്പി. അപ്പോൾ അവിടെ ഈ റുപ്പിയുടെ സിമ്പിളും കണ്ടല്ലോ അല്ലെ നിങ്ങൾ. നമ്മുടെ നോട്ടിൻ്റെ ഒക്കെ അതിൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഈ രൂപയുടെ സിമ്പിൾ കേട്ടോ. ഫിസിൻ ബോട്ട് എ ഡോൾ പ്രൈസ്ഡ് 40 rupees. അപ്പോൾ ഫിസിൻ ഒരു പാവ വാങ്ങി 40 രൂപ. ഹൗ മച്ച് ഷുഡ് ദേ പേ? 40 രൂപയുടെ സാധനം പ്രൈസ് ടാഗിലുള്ളത്. അപ്പോൾ അവർ എത്ര പേ ചെയ്യണം? പകുതി വില. 40ൻ്റെ പകുതി എത്രയാ? 20, 20. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഓഫ് ദെയർ ഐറ്റംസ്. ഹൗ മച്ച് ഷുഡ് ദേ പേ? അപ്പോൾ പ്രൈസ് ടാഗുള്ള ഐറ്റംസ് ആണ് കേട്ടോ. സാധനങ്ങളുടെയൊക്കെ വില ഇതിലുണ്ട്. പക്ഷെ എല്ലാത്തിനും പകുതി വില നമ്മൾ കൊടുത്താൽ മതി. ഇപ്പം 50 രൂപയാണെങ്കിൽ 25 രൂപ നമ്മൾ കൊടുത്താൽ മതി. 10 രൂപയാണെങ്കിൽ നമ്മൾ 5 രൂപ കൊടുത്താൽ മതി, 5 rupees. 20 ആണെങ്കിൽ 10, 100 ആണെങ്കിൽ 50, 50 ആണെങ്കിൽ 25, 40 ആണെങ്കിൽ 20. അടുത്തത് ട്വൈസ് 5 rupees ഈസ് 10 rupees. അപ്പം 5ൻ്റെ 2 മടങ്ങ് എത്രയാണ്? 10 രൂപ. ദാറ്റ് ഈസ് വാട്ട് ഐ സെഡ്. 5 ഈസ് ഹാഫ് ഓഫ് 10. അപ്പോൾ 10ൻ്റെ പകുതിയാണ് 5 എന്ന് ഞാൻ പറഞ്ഞില്ലേ. ദേ ഗോട്ട് ദെയർ ഫേവറേറ്റ് ടോയ്സ്. പ്രൈസ് ഓഫ് ടോയ്സ്. ഇനി ഫിസിനും ഫിസയും വാങ്ങിയ സാധനങ്ങളുടെ വില നമുക്കൊന്ന് എഴുതി നോക്കാം. ആദ്യത്തെ ഫിസിൻ വാങ്ങിയ ടെഡി ബിയറിന് 50 rupees, എയ്റോപ്ലെയിന് 100, ബോളിന് 10. ടോട്ടൽ എത്രയായി? 160 rupees. ഫിസ വാങ്ങിയ ഡക്കിന്, സോ ഇവിടെ ഇനി നമുക്ക് ടോട്ടൽ ചെയ്തത് കാണിച്ചു തരാം നിങ്ങൾക്ക്. 100, 50, 10 ആഡ് ചെയ്തു കേട്ടോ. ഫിസ വാങ്ങിയതിൽ 20 ഡക്കിന്, റാബിറ്റിന് 40 rupees, എയ്റോപ്ലെയിന് 100, വോളിന് 10. ടോട്ടൽ ചെയ്യാം. 20 പ്ലസ് 40, ആദ്യം 100ഉം 40യും 140 വരും. 140യും 20യും 160 വരും. 160യും 10ഉം 170. ഹൂസ് ടോയ്സ് കോസ്റ്റ് മോർ? ആരുടെ കളിപ്പാട്ടങ്ങൾക്കാണ് വില കൂടുതൽ? 160 ആണോ 170 ആണോ കൂടുതൽ? 170 അല്ലേ. ഫിസ വാങ്ങിയത്, ഫിസയുടെ ആണ് കൂടുതൽ എന്ന് എഴുതുക നിങ്ങൾ. വാട്ട് ആർ ദ ടോയ്സ് ദാറ്റ് ക്യാൻ ബി ബോട്ട് ഫോർ ₹70? 70 രൂപയ്ക്ക് എന്തൊക്കെ ടോയ്സ് വാങ്ങിക്കാൻ പറ്റും? ടെഡി വാങ്ങാം 50 rupeesൻ്റെ, ഡക്ക് വാങ്ങാം 20 rupeesൻ്റെ അല്ലേ. മണി മാറ്റേഴ്സ്. ആഫ്റ്റർ 1 month ഫിസിൻ ആൻഡ് ഫിസ ഓപ്പൺ ദെയർ സേവിങ്സ് ബോക്സ്. ഒരു മാസത്തിന് ശേഷം ഫിസിനും ഫിസിയും അവരുടെ സേവിങ്സ് ബോക്സ് ഓപ്പൺ ചെയ്യാണ്. ദേ കൗണ്ടഡ് ദ മണി. അവരവരുടെ പൈസ കൗണ്ട് ചെയ്യണു. 21 rupee coins add up to 20 rupees. 101 rupee coins make how many rupees? To make 200 rupees. How many 1 rupees are needed? 200 രൂപ ആവണമെങ്കിൽ എത്ര 1 രൂപയുടെ കോയിൻ വേണം? 200 കോയിൻ വേണം. How many 10 rupees are needed to make 50 rupees? 50 രൂപ ആക്കണമെങ്കിൽ എത്ര 10 രൂപ നോട്ടുകൾ വേണം? 5. 5. How many 10 rupees are needed to make 100 rupees? എത്ര 10 രൂപ കൂടി ചേർന്നാലാ 100 രൂപയാകുക? 10. How many 10 rupees are needed to make 200 rupees? എത്ര 10 rupees കൂട്ടി വെച്ചാൽ 200 രൂപ കിട്ടും നിങ്ങൾക്ക്? 20 ആണ് കേട്ടോ. 20. അടുത്തത് ചേഞ്ചിങ് മണിയാണ്. ഷോബിൻ ചേഞ്ച്ഡ് 100 rupee നോട്ട്. അപ്പോൾ ഷോബിൻ ഒരു 100 രൂപ മാറ്റി ചേഞ്ച് ആക്കി. ഹി ഗോട്ട് ദ നോട്ട് ഷോൺ എബോ. അവന് മേലെ തന്നിരിക്കുന്ന ചിത്രങ്ങളിലെ നോട്ട്സ് ഒക്കെയാണ് കിട്ടിയത്. ഹൗ മെനി ഓഫ് ഈഷ് ക്യാൻ ഇറ്റ് ബി? അപ്പോൾ നോക്കാം എത്ര എണ്ണം വീതം കിട്ടിയിട്ടുണ്ടാവും എന്ന് നമുക്ക് നോക്കാം. 50 രൂപയുടെ 1, 20 രൂപയുടെ 1, അപ്പോൾ 70 രൂപയായില്ലേ. 10 രൂപയുടെ 2 എണ്ണം, അപ്പോൾ എത്രയായി? 90 ആയില്ലേ. ഇനി 5 രൂപയുടെ 2 എണ്ണം, അപ്പോൾ എന്തായി? 100 ആയി. അടുത്തത് ഫിസയുടെ സേവിങ്സ്. 1 rupee coins 10, 10 രൂപ. 5 രൂപയുടെ 3 കോയിൻ പറയുമ്പോൾ 15. 10 rupees നോട്ട്സ് 2 പറയുമ്പോൾ 20. 50 rupee നോട്ട് 1 പറയുമ്പോൾ 50. ടോട്ടൽ എത്രയായി?
95. ഫിസിൻ്റെ 5 റുപ്പി നോട്ട് 1 പറയുമ്പോൾ 5 റുപ്പി കോയിൻസ് 4 പറയുമ്പോൾ 20, 10 റുപ്പി നോട്ട് 5 പറയുമ്പോൾ 50. ടോട്ടൽ നോക്കാം നമുക്ക് 75. ഹൂ സേവ്ഡ് മോർ? ഏറ്റവും കൂടുതൽ ആർക്കാ കിട്ടിയത്? ഫിസയ്ക്കാണ് അല്ലേ. ഹൗ മച്ച് മോർ? എത്ര കൂടുതലാണ്? അപ്പം 95 75 മൈനസ് ചെയ്തോളൂ, 20 കിട്ടും. ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ നീഡ് ഹെൽപ്പ്. എ യങ് വിമൺ വിത്ത് ലിവർ ഡിസീസ് അഡ്മിറ്റഡ് ടു എ ഹോസ്പിറ്റൽ സീക്സ് എയ്ഡ്. അപ്പോൾ ഒരു യുവതീനെ ലിവർ ഡിസീസാണ് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് സഹായം ആവശ്യമുണ്ട് അല്ലേ. ഹൗ അബൌട്ട് ഗിവിങ് ഹെർ സം ഫ്രം അവർ സേവിങ്സ്? ഇപ്പം നമ്മളുടെ കൂട്ടിവെച്ച സേവിങ്സിൽ നിന്ന് എത്ര കൊടുക്കാം, നമുക്ക് കൊടുത്താലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഓഫ് കോഴ്സ് ആ ബോയ് പറഞ്ഞു അങ്ങനെ ഫിസിൻ ആൻഡ് ഫിസ സെൻഡ് ദർ 10 റുപ്പി നോട്ട്സ് ആൻഡ് 5 റുപ്പി നോട്ട്സ്. അവരുടെ 10 രൂപ നോട്ടും അവരുടെ 5 രൂപ നോട്ടും അവർ അയച്ചു അല്ലേ. അപ്പോൾ അവർ എത്ര രൂപ കൊടുത്തു നോക്കും നിങ്ങൾ. അവരുടെ 10 രൂപ നോട്ട് അവരുടെ കയ്യിൽ എത്ര ഉണ്ടായിരുന്നത്? അവിടെ 20 ഉണ്ട്. പിന്നെ 5 രൂപയുടെ ഫിസയുടെ കയ്യിൽ ഒരു 15 ഉണ്ട്. അപ്പോൾ 20ഉം 15ഉം എത്ര ഉണ്ട്? 35 രൂപ അവിടെ ഉണ്ട്. ഇവൻ്റെ കയ്യിലാണെങ്കിൽ 5 രൂപയുടെ നോട്ട് എന്ന് പറയുമ്പോൾ 5 രൂപയുടെ നോട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. 5 റുപ്പീസ് നോട്ടാണ്. അപ്പം നമുക്കിതിൽ വരുമ്പോൾ ഫിസ് 20 രൂപയാണ് കൊടുത്തിട്ടുള്ളൂ, കാരണം 5 രൂപയുടെ കോയിൻ കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ 20യും ഫിസിന് കൊടുക്കുന്നത് 5 + 50 55ഉം. ഓക്കെ, അപ്പോൾ ടോട്ടൽ വരുമ്പോൾ 75 റുപ്പീസ് ഇവർ സേവിങ്സിന് കൊടുത്തു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. തുടർന്നും വാച്ച് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.